അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പറയുന്ന നിസ്കാരം നിങ്ങൾ നിസ്കരിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അത് നിറവേറ്റി കിട്ടും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മുജറബാത്തു സ്വാലിഹീൻ എന്ന കിതാബിൽ മഹത്തുക്കളാൽ പറഞ്ഞ ഒരു അമലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാര ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. എങ്ങനെയാണ്? ഈ രണ്ടായിട്ട് നിസ്കരിക്കുക. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. ആ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകളും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ നിയ്യത്ത് വെക്കേണ്ടത്, ആവശ്യം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അതിന് ശേഷം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പോവുകയാണ് നമ്മൾ. ആ 1-ാം റക്അത്തിൽ ഫാത്തിഹ ഓതിയ ശേഷം ആയത്തുൽ കുർസി 3 തവണ ഓതുക. 1-ാം റക്അത്തിൽ ആദ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണ്ടല്ലോ, ആ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി 3 തവണ ഓതുക. 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 1 തവണ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 തവണ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 തവണ നിസ്കാരം പൂർത്തീകരിക്കുക, സലാം വീട്ടുക. 3-ാം റക്അത്തിലും 4-ാം റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 3-ാം റക്അത്തിലും അടുത്ത 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ല, ആ സുന്നത്ത് നിസ്കാരത്തിലെ 3-ാം റക്അത്തിലും 4-ാം റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നത് ഓരോ തവണ ഓതുക. അതിനുശേഷം സലാം വീട്ടിയതിനു ശേഷം നമ്മുടെ ഉദ്ദേശം, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്താണോ അത് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. മഹത്തുക്കൾ കിതാബിൽ പറയുന്നു, ഇങ്ങനെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല ഇഖ്ലാസോടെ, മനസ്സാന്നിധ്യത്തോടെ, സന്തോഷത്തോടെ, റാഹത്തോടെ ഈ നിസ്കാരം നിസ്കരിക്കുക. ആവശ്യങ്ങൾ പൂർത്തീകരണ നിസ്കാരം എന്ന് പറയൂ ഇതിന്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ. പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ടിപ്സുകളും എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ്, ബുറുദ, അതുപോലെയുള്ള അദ്കാറുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചാനൽ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം, ആഫിയത്തും ഇസ്സത്തും എല്ലാം നമുക്ക് നൽകുമാറാകട്ടെ. മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.